ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ എയർ ഫ്രയറിൽ എങ്ങനെയാണ് ഒരു ഫുൾ ചിക്കൻ ഗ്രില്ല് ചെയ്യുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫുൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് 800 ഗ്രാം ആണ്. ഇതിപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ഇതുപോലെ വരഞ്ഞു വെച്ചേക്കുന്നത്. മസാലയൊക്കെ ഉള്ളിലേക്ക് നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വരഞ്ഞു വെക്കുന്നത്. ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടൊരു മസാല തയ്യാറാക്കാം. അതിനായി ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇതിൻ്റെ കൂടെ ഞാൻ മല്ലിയിലയും കൂടി ഇട്ട് അരച്ചത് കൊണ്ടാണ് ഈ ഒരു കളറ്. കുറച്ച് മല്ലിയില മതി. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കാം. ലെമൺ ജ്യൂസ് ഒഴിക്കുന്ന ഭാഗം വീഡിയോയിൽ വന്നിട്ടില്ല. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ തൈര് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും കൂടി ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാല കുറച്ച് ലൂസ് ആകണമെന്നുണ്ടെങ്കിൽ 1-2 സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് ഇളക്കിയെടുത്താൽ മതി. ഇപ്പം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് തേച്ച് കൊടുക്കാം. ചിക്കൻ്റെ ഉള്ളിലേക്കും ഒക്കെ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കണം. ഇപ്പം ഈ ചിക്കനിലേക്ക് മസാലകളൊക്കെ നന്നായി തേച്ചിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ റസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് 1 മണിക്കൂറത്തേക്കൊന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. എയർ ഫ്രയർ 190 ഡിഗ്രിയിൽ 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തിരുന്നു. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കനും കൂടെ വെച്ച് കൊടുക്കാം. വൺ 190 ഡിഗ്രിയിൽ 30 മിനിറ്റാണ് ഞാനിത് വെക്കുന്നത്. ഒരു 15 മിനിറ്റിന് ശേഷം നമുക്കിതെടുത്തൊന്ന് തിരിച്ചു വെച്ച് കൊടുക്കണം. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് അപ്ലൈ ചെയ്യുവാണ്. എന്നിട്ട് നമുക്കിത് തിരിച്ചു വെക്കാം. തിരിച്ചു വെച്ചതിന് ശേഷം ഞാൻ കുറച്ച് ഓയിലൂടെ ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിത് ക്ലോസ് ചെയ്യാം. ഇപ്പം 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്ക് വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റോട് കൂടി ഗ്രിൽ ചിക്കൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ഇനേബിൾ ചെയ്യുവാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.